ഹലോ. ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മളിതുവരെ നമ്മുടെ വണ്ടീനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വണ്ടി കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അതൊന്ന് ഇന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് ഒരു 4 മാസം, 5 മാസം ആയിട്ടുണ്ടേ. നമ്മള് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് നമ്മളെ കിട്ടാൻ കുറച്ച് നാൾ താമസം എടുത്തു കേട്ടോ. ആ ഈസ്റ്ററിന്റെ സമയവും വിഷുവൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് 1 മാസം എടുത്ത് വണ്ടി പണിത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടാൻ താമസം വന്നേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊരു 5-ാം മാസമൊക്കെ ആയിട്ടോ, 5-ാം മാസം അവസാനമൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിന്നെ ഈ ഓട്ടോയുടെ സ്റ്റാൻഡിലോട്ട് ഇറങ്ങിയതേ. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ വണ്ടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദേ ഇവനാട്ടോ നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട്? കിടുക്കാച്ചിയല്ലേ? നമ്മളാകെ ഇതിൻ്റെ 2 മിറർ മാറിയിട്ടുണ്ടേ. മറ്റേ മിറർ ചെറുതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വ്യൂ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 മിറർ മാറി. പിന്നെ നമ്മുടെ പിള്ളേരുടെ പേരടിച്ചിട്ടുണ്ട് കേട്ടോ. ഇസ, സിയ. അപ്പോൾ 2 പേരുടെയും കൂടിയും പേര് ഒരുമിച്ചാക്കി അടിച്ചു. പിന്നെ നമ്മുടെ വണ്ടിക്ക് മിഖായേൽ എന്ന് പേരും ഉണ്ട് കേട്ടോ. മിഖായേൽ കാവൽ മലാക. അപ്പം അങ്ങനെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ ഒരു ഏകദേശ സെറ്റപ്പൊക്കെ. ഈ മഴയൊക്കെ കാരണം വണ്ടി മുഴുവൻ ചെളി പിടിച്ച് കിടക്കുവാണേ. നമ്മൾ ഇന്നറും ബോഡി വർക്കെല്ലാം ചെയ്തത് തൊടുപുഴയിൽ നിന്നാണേ. നമ്മൾ മേളിലൊരു ബെർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്പീക്കർ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കണമെങ്കിൽ സെറ്റ് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ബാക്കിലും അത് പിടിപ്പിച്ചു. പിന്നെ സീറ്റ് ഇങ്ങനെയാണോ ചെയ്തേക്കുന്നത്. ഇന്നറും ഫുള്ള് ബ്ലാക്ക് ആണ് അടിച്ചേക്കുന്നത്. നമ്മൾ ഒരു പടുത നമ്മൾ ഹാഫ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. പകുതി പടുതേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഇറങ്ങാനും കയറാനും സൗകര്യത്തിന് വേണ്ടി അതുകൊണ്ട് പകുതിയായിട്ടോ അടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ വണ്ടി ഇപ്പോൾ ഏകദേശം 10,000 കിലോമീറ്റർ കഴിഞ്ഞു. അതിനിടയ്ക്ക് 3 തവണ നമ്മുടെ കേബിൾ പൊട്ടിപ്പോയി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 9,300 ഇതേ കാണിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കേബിൾ പൊട്ടിപ്പോയായിരുന്നേ. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇതുവരെയും യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്റർ കേബിൾ നിൽക്കുന്നില്ല. ഒരു 4 പ്രാവശ്യമായി ഞാനിപ്പോൾ ഇതിൻ്റെ മീറ്റർ കേബിൾ മാറി. കിട്ടിയത് വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു കേബിൾ, അതല്ലാണ്ട് ഞാൻ 3 പ്രാവശ്യം കൂടി മാറി. അപ്പം മീറ്ററിൻ്റെ കേബിൾ നിൽക്കുന്നില്ല. അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നി. പിന്നെ അല്ലാണ്ട് പറയത്തക്ക വേറെ കുഴപ്പമോ വലിയോ അങ്ങനെയൊന്നും നമുക്ക് വിഷയം ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു പുതിയ വണ്ടിക്ക് വലി കുറവായിരിക്കുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല വലിയൊക്കെ ഉണ്ട് കേട്ടോ. ഏത് കയറ്റവും കയറി പോകുന്നുണ്ട്. അത്യാവശ്യം 4 പേരെയും കൊണ്ടൊക്കെ നമ്മുടെ കയറ്റം കയറി പോകട്ടെ. നമ്മുടെ ഇവിടെ കൂടുതലും കയറ്റമുള്ള ഏരിയയാണേ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വിഷയമൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ. പിന്നെ നമ്മളതിൻ്റെ 2 ടയർ മാറി കേട്ടോ. ഇതൊരെണ്ണം കട്ട് ചെയ്തിട്ടേക്കുന്നതാണേ. അപ്പുറ സൈഡിൽ നമ്മൾ സ്റ്റെപ്പിനി എടുത്തിട്ടേക്കും കേട്ടോ. അങ്ങനെ ടയർ മാറി 10,000 ആയപ്പോഴേക്കും. അതുകൊണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇതുവരെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ പ്രത്യേകിച്ച് പണിയും ഒന്നും വന്നിട്ടില്ല. ചിലവർ പറഞ്ഞു 5,000 കിലോമീറ്റർ കഴിയുമ്പോൾ 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ എന്തോ ഗിയർ ബോക്സിൻ്റെ എന്തോ പോകുന്നോ ഒക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തായാലും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ദൈവാനുഗ്രഹം. നമുക്കങ്ങനെ ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇതുവരെയും കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്ക് ആകെ വന്നത് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ഒന്ന് പൊട്ടിപ്പോയായിരുന്നേ. അപ്പോൾ അത് മാത്രം മാറിയുള്ളൂ. പിന്നെ നോർമൽ ആയിട്ടുള്ള സർവീസുകൾ മാത്രം. ഓയിൽ മാറുക, ഫിൽറ്റർ മാറുക, അങ്ങനെ. പിന്നെ ബ്രേക്ക് പാഡ് മാറി. ഈ കമ്പനിയോട് കൂടെ കിട്ടിയ ബ്രേക്ക് പാഡ് കൊള്ളുകയല്ലായിരുന്നേ. അതൊരുമാതിരി നമ്മൾ ഈ മഴയൊക്കെ നനഞ്ഞ് കഴിയുമ്പം ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കയറി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് വണ്ടി ഒരു സൈഡിലോട്ട് ബാക്കിലെ ബ്രേക്ക് കൊണ്ട് കിടന്നിട്ട് ഒരു സൈഡിലോട്ട് വലിഞ്ഞൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബ്രേക്ക് പാഡൊന്ന് മാറി. 3 ബ്രേക്ക് പാഡും മാറി. അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ വണ്ടി ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വണ്ടി നല്ല വണ്ടിയായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. കംപ്ലൈൻറ്റും ഇല്ല. നല്ല വലിയുമുണ്ട്. വണ്ടിയെ സെറ്റ് പിടിപ്പിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പം അത് വലിയ താമസമായിട്ട് നമ്മൾ പിടിപ്പിക്കും കേട്ടോ. നമ്മുടെ ഒരു ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. ഒരു ഈ TB21 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ ഒരു കടയിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഹോം തിയേറ്ററിൻ്റെ സെറ്റും സബ്ബും കൂടിയും കൊണ്ടുപോയി, അല്ല സ്പീക്കറും സബ്ബും കൂടിയും കൊണ്ടുപോയി പിടിപ്പിക്കാമെന്ന് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പറ്റിയാൽ പിടിപ്പിക്കണം. പിന്നെ കുറച്ച് പേരൊക്കെ ഈ സെൽഫ് സ്വിച്ച് ഇവിടെ ഈ താഴെ വന്നത് അത്ര നല്ലതല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സെൽഫ് സ്വിച്ച് നേരത്തെ ഈ സൈഡിലായിരുന്നേ. അപ്പോൾ അവർ മാറ്റി ഈ സൈഡിലോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ക്ലച്ച് പിടിച്ച് DC വലിച്ച് സെൽഫ് അടിക്കുക. അതിനുവേണ്ടി സൗകര്യത്തിനാണെന്ന് തോന്നുന്നു അവരിങ്ങോട്ട് മാറ്റിയതേ. എന്തായാലും അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയും സ്വിച്ച് മാറി ഞെക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് ഓടിച്ച് ശീലമായതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലേ. ഒരു 5 മാസം ഉപയോഗിച്ചെന്നുള്ള രീതിക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിതുവരെയും യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 10,000 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടി. അപ്പം എന്തായാലും വണ്ടിയുടെ ഭാഗത്തു നിന്നായാലും യാതൊരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസിൻ്റെ ഭാഗത്തു നിന്നായാലും വേറെ വിഷയമൊന്നും നമുക്കുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ആപ്പ് എടുക്കണമെന്ന് ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഞാൻ പറയും എടുത്തോളാൻ പറയും. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിഷയമൊന്നുമില്ല. വണ്ടിക്ക് വലിയുണ്ട്, പവറുണ്ട്, അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. മൈലേജ് നമ്മളങ്ങനെ നോക്കിയിട്ടില്ല. മൈലേജും കിട്ടുന്നുണ്ട്. അപ്പം
വേറെ യാതൊരു വിഷയവും ഞാൻ നോക്കിയിട്ട് കാണില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വണ്ടിയുടെയൊക്കെ എയർ ഫിൽറ്ററിന്റെ അടപ്പ് പൊട്ടിയാലും നമുക്കത് അടപ്പ് തന്നെയായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വണ്ടിയുടെ അങ്ങനെ കിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ വണ്ടിയുടെ എയർ ഫിൽറ്റർ പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ അസംബ്ലി സഹിതമേ മാറാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് എയർ ഫിൽറ്ററിനിട്ട് ഒരു കമ്പ് വന്നൊരു കുത്തുകുത്തിയായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു പൊട്ടൽ വീണേ. അപ്പോൾ ഞാനിത് വാങ്ങാനായിട്ട് ഞാൻ ഒരുപാട് അടുത്ത് അന്വേഷിച്ചു. സർവീസ് സെന്ററിൽ അന്വേഷിച്ചു, പുറത്ത് ഇതിന്റെ പാർട്സ് കൊടുക്കുന്നവരതെല്ലാം അന്വേഷിച്ചു. അപ്പം അവിടെ എല്ലാം ചോദിച്ചപ്പോഴും ഈ സാധനം കിട്ടാനില്ല. കുറെ പേര് ആദ്യം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ BS6 വരുമ്പം ഇതിന്റെ ആ ഒരു അടപ്പ് മാത്രമായിട്ട് കിട്ടുകയല്ല, ആ അസംബ്ലി സഹിതം ഫുള്ളായിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊരു ഭയങ്കര ശോകമായി പോട്ടോ. കാരണം ഷോറൂമിൽ ചോദിച്ചപ്പോൾ അത് 1400 രൂപയാണ് അതിന്റെ വില. പുറത്ത് ചോദിച്ചപ്പോൾ 1200 ചില്ലറ രൂപ പറഞ്ഞു. എന്നാലും 1200 രൂപ മുകളിൽ എന്തായാലും അതിന് വിലയായി. ഈ അടപ്പ് മാത്രം കിട്ടുമായിരുന്നു നമുക്കത് ഉപകാരമായിരുന്നു. കാരണം പഴയ വണ്ടികൾക്കെല്ലാം BS3 4 വണ്ടികൾക്കൊക്കെ അതിന്റെ ആ അടപ്പ് തന്നെയായിട്ട് നമുക്ക് എയർ ഫിൽറ്ററിന്റെ ആ ഫിൽറ്ററിൽ നേരെ കിട്ടുമല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് അതൊരു നഷ്ടക്കച്ചവടമായി പോയി കേട്ടോ. ആ എയർ ഫിൽറ്ററിന്റെ അടപ്പ് കിട്ടില്ല എന്നുള്ളത് ഒഴികെ ബാക്കി വേറെ ഞാൻ നോക്കിയിട്ടൊന്നും വിഷയമൊന്നുമില്ല. എല്ലാം പഴയ വണ്ടിയുടെ തന്നെ സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മീൻസ് കേബിളും കാര്യങ്ങളൊക്കെ ആട്ടോ പറഞ്ഞത്. പിന്നെ കേബിൾ ഞാൻ പുതിയ കേബിൾ ഇട്ടിട്ട് ഈ 3-4 തവണ പൊട്ടിയോണ്ട് അവരതിന്റെ ഔട്ടർ മാറിയായിരുന്നു. ഔട്ടർ മാറി പഴയ കേബിളാക്കി. അപ്പോൾ പഴയ വണ്ടിയുടെ മോഡല് ഔട്ടർ ഇട്ടാൽ ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാക്കി. അതും മാറിയിട്ട് 3 തവണ കേബിൾ പൊട്ടി. നമ്മൾ ആദ്യത്തെ തവണ പൊട്ടിയത് അവർ അതിന്റെ ഔട്ടർ മാറി തന്നു നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഇത് പുതിയ വണ്ടിക്ക് അവിടെ ഒരു ബെൻഡ് ഉണ്ട്, ആ മീറ്ററിന്റെ അങ്ങോട്ട് വരുന്നതിന്റെ അവിടെ ഒരു ബെൻഡ് ഉണ്ട്. അപ്പോൾ ആ ബെൻഡ് കാരണമാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആവില്ല ആ കേബിള്, നമുക്ക് അതുകൊണ്ട് പഴയ കേബിളിന്റെ മാറ്റിയിട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഔട്ടർ സഹിതം നമുക്ക് മാറി തന്നു. ഔട്ടർ മാറിയിട്ട് ഈ സാധനം കൂടി ഒരു 3000 കിലോമീറ്റർ ആയപ്പോൾ നമ്മുടെ ആദ്യത്തെ കേബിള് പിന്നെയും പൊട്ടി. രണ്ടാമത് നമ്മൾ ഔട്ടർ മാറിയതിന് ശേഷം പിന്നെ അത് പൊട്ടി. അത് കഴിഞ്ഞ് അത് രണ്ടാമത്തെ കേബിൾ പൊട്ടി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കേബിൾ മാറി. അത് ഒരു 100 കിലോമീറ്റർ ഓടിയപ്പോഴേക്കും അതും പൊട്ടി. അതെന്നെ അതറിയാനായിട്ട് നമ്മൾ അവിടെ ചെന്നു. ഷോറൂമിലല്ല, നമ്മൾ പുറത്താണ് സർവീസ് ചെയ്തത്, മറ്റേ കേബിൾ മാറിയത്. അപ്പോൾ നമ്മൾ പുറത്തവിടെ ചെന്ന് വർക്ക്ഷോപ്പിൽ ചെന്ന് ചോദിച്ചു, ചേട്ടാ ഇതിങ്ങനെ പൊട്ടിയില്ലോ എന്ന് പറഞ്ഞു. അവർ ശരി അത് എന്താണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞാൽ അവർ വേറെ കേബിൾ നമുക്ക് മാറി തന്നു. അവർ നമുക്ക് കേബിളിന്റെ പൈസ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ആ കേബിളും മാറി തന്ന് സാധാരണ അന്ന് മറ്റേത് ഒരു ദിവസം നിന്നെങ്കിൽ ഇതാ ഒരു ദിവസം വരുന്നില്ല, മണിക്കൂറുകൾക്കുള്ളിൽ ആ കേബിളും പൊട്ടിപ്പോയി. ഇതെന്താ സംഭവം എന്ന് മാത്രം അറിയാൻ പാടില്ല. അവിടുത്തെ ബെൻഡിന്റെ അവിടെ കൊണ്ട് തന്നെ ഒടിഞ്ഞു പോകുന്നത്, ആ മീറ്ററിലോട്ട് വന്ന് കയറുന്നതിന്റെ ആ ഹെഡ് അവിടെ കൊണ്ട് അത് കേബിൾ ഒടിഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെ അതിന് മാത്രം വലിയ ബെൻഡാണോന്ന് എനിക്കറിയില്ല. കാരണം ആദ്യം നമുക്ക് 3000 കിലോമീറ്റർ കിട്ടിയ കേബിള് പിന്നെ നമ്മളിവിടെ ഒരു 100 കിലോമീറ്റർ പോലും കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അത് ഒരു ഭയങ്കര ശോകമായി പോയി. ഈ കേബിളിന്റെ കാര്യത്തിൽ മാത്രം കേട്ടോ, മീറ്ററിന്റെ കേബിൾ അത് മാത്രമേ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് ഒരു പോരായ്മയുള്ളൂ. ഇത് മീറ്റർ കേബിൾ നിൽക്കുന്നില്ല, ഇത് മാറി മാറി നമ്മുടെ ജീവിതം തിരുമെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ യാതൊരു വിഷയം ഇവന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.